നമസ്കാരം. കിറ്റിക്ക ടാരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത 24 മണിക്കൂർ. പട്ടാളക്കാരൻ, ജയിൽവാസം, ഒരു യങ് വുമൻ. ഇവിടെ അത്ര നല്ല മെസ്സേജ് അല്ല. ഏതെങ്കിലും ഒരു യങ് വുമൺ ആയിട്ട് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അത് വിഹിതമല്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ ചിലപ്പോൾ ജയിൽവാസത്തിന് യോഗമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും വിഹിതമല്ലാത്ത കാര്യത്തിന് നിങ്ങൾ മീറ്റ് ചെയ്യാൻ 24 മണിക്കൂറിനുള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ജയിലിലെത്താനായിട്ട്, നിങ്ങൾ ജയിലിലെത്താനുള്ള ഒരു ചാൻസ് കൊണ്ടുവരും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ യുക്തിപൂർവമായിട്ട് പെരുമാറുക. ഫ്രീഡം വേണമെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് കയറാതിരിക്കുക. രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് കാണിക്കുന്ന ഒരു തീഫും ഒരു വളരെ ചിന്താകുലനായിട്ടിരിക്കുന്ന ഒരാളും ഒരു സ്കോളറേയും കാണിക്കുന്നുണ്ട്. അപ്പോ ആരോ ഒരാള് മോഷ്ടാവാണ്. അത് എന്ത് തരം മോഷണമാണെങ്കിലും ഒരു പഠിപ്പിച്ച ഒരാളുടെ വീട്ടിൽ ചെന്ന് കയറാൻ ഒരു ചാൻസ് ഉണ്ട് 24 മണിക്കൂറിനുള്ളില്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇങ്ങനൊരു കാര്യം. ഇങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ആരുടെ വീട്ടിലാണോ ചെന്ന് കയറാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളുടെ അധ്യാപകനോ അധ്യാപികയോ ആണ് എന്നാണ് പറയുന്നത്. മോഷണമല്ല, വേറെന്തോ പ്ലാൻ ഉണ്ട്. പണി കൊടുക്കാനുള്ള ഒരു പ്ലാൻ എന്തായാലും. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് ഒരു വീടും ഒരു കിടപ്പ് രോഗിയും ഒരു മെർച്ചന്റുമാണ്. അപ്പോ നിങ്ങൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ, നിങ്ങള് ഇപ്പൊ യാത്ര ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളിപ്പോ കൊളാബ് ചെയ്യുന്ന പലരും ഉണ്ടാവുമല്ലോ, അവര് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങള് അയച്ചു തരുമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ വയ്യാതെ കിടക്ക്, പനിയോ എന്തെങ്കിലും സീരിയസ് ആയ അസുഖമാണെങ്കിൽ തന്നെ നിങ്ങൾ കിടപ്പിലായതുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വ്യക്തി, നിങ്ങളുടെ കൂടെ ജോലി എടുക്കുന്ന ആള്, നിങ്ങൾക്ക് ഈ സാധനം അയച്ചു തരും നിങ്ങളുടെ അഡ്രസ്സിലേക്ക്. അപ്പൊ അഡ്രസ്സ് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ചിന്തയിലാണ് എങ്ങനെ ഇത് എത്തിക്കുമെന്ന്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളെ കോൺടാക്ട് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കുക, കൊറിയർ ചെയ്ത് തരും എന്നാണ് പറയുന്നത്. താങ്ക് യു.